ആദ്യമായി കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടുള്ള എല്ലാ നവാഗത വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിൽ ഹൃദയംഗമമായി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്രവും സമൂലവുമായ പരിഷ്കരണങ്ങളിലൂടെ മുന്നോട്ടു പോയി മികവിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും വിജയഗാഥകൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ കലാലയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുന്ന വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ പുത്തൻ അറിവുകൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള, നാളത്തെ സമൂഹത്തിനെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന മിടുക്കരായി നിങ്ങൾ വളർന്ന് വലുതാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നത്. അടിസ്ഥാനപരമായ മാറ്റങ്ങളിലൂടെ വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമഗ്ര കരിക്കുലം പരിഷ്കരണത്തിന് നേതൃത്വം നൽകാൻ സാധിച്ചു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ജിജ്ഞാസയെ ഉത്തോലകമാക്കി മാറ്റിക്കൊണ്ട് ക്യൂരിയോസിറ്റി, പഠനത്തിൻ്റെ അടിത്തറ വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏകപക്ഷീയമായി അധ്യാപകർ നൽകുന്ന മോണോലോഗുകൾ ഏറ്റുവാങ്ങുന്ന പാസീവ് റെസിപ്പിയൻസ് എന്ന നിലയിൽ നിന്ന് ആക്റ്റീവ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് എന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റാൻ കഴിയുമാറാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് ചരിത്രത്തിൽ ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥി കേന്ദ്രിതമായ കരിക്കുലത്തെ ആധാരമാക്കിയിട്ടാണ് പുതിയ 4 ഇയർ UG പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ആ പ്രോഗ്രാമിൻ്റെ 2ാം ബാച്ച് വിദ്യാർത്ഥികളാണ് ഇന്ന് കലാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പുതുതായി കലാലയത്തിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ പുതിയ കാലത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും സൃഷ്ടികളാണ്. Z ജനറേഷൻ. നമ്മുടെ കാലത്ത് ഇൻ്റർനെറ്റിന് വന്നതിന് ശേഷം, അത് കാര്യമായ നിലയിൽ അവൈലബിൾ ആയതിനു ശേഷം പിറന്നു വീണ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാവുന്ന ഡിജിറ്റൽ ലോകത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് വിളിക്കാവുന്ന ആ വിദ്യാർത്ഥികൾക്ക് ഗ്രഹണശേഷിയും അപഗ്രഥനശേഷിയും പ്രായേണ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതിനനുസൃതമായ നിലയിൽ ഇന്ന് മാനവരാശിയും നമ്മുടെ സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ കഴിയാവുന്ന വിധത്തിൽ അവരുടെ അഭിരുചിയെയും അവരുടെ അപഗ്രഥന പാടവത്തെയും പുത്തൻ അറിവുകൾ സൃഷ്ടിക്കാനുള്ള അവരുടെ കെൽപ്പിനെയും എല്ലാം പ്രോത്സാഹിപ്പിക്കാവുന്ന വിധത്തിൽ സർഗാത്മകമാകണം ക്യാമ്പസ് അന്തരീക്ഷം എന്നാണ് കഴിഞ്ഞ 4 വർഷങ്ങളിലും നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. ക്യാമ്പസിനെ വിദ്യാർത്ഥിയുടെ കഴിവുകൾ, മൗലികമായ വാസനകൾ തട്ടും തടവുമില്ലാതെ വികസിക്കാൻ കഴിയുന്ന വിധത്തിൽ സർഗാത്മകമാകുക. സ്വാതന്ത്ര്യവും ഫ്ലെക്സിബിലിറ്റിയും വഴക്കവും അതാണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനിവാര്യമായും വേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് 4 ഇയർ UG പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നുപാധിയായി കണ്ടത്. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കൊത്ത വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും സ്വതന്ത്രമായ വിധത്തിൽ അതിനെ പിന്തുടരാനും സാധിക്കേണ്ടതുണ്ട്. അവിടെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമായി മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട ചുമതലയാണ് അധ്യാപകർക്കുള്ളത്. ഏകപക്ഷീയമായ മോണോലോഗുകൾ അവസാനിപ്പിച്ചുകൊണ്ട് സംവാദാത്മകമായ നിലയിൽ നമ്മുടെ ക്ലാസ് റൂമിനകത്തും പുറത്തും പഠനം മുന്നേറുകയാണ്. 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ അതിന് സാക്ഷ്യം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാനും
കലാലയത്തിൽ ലഭ്യമല്ലാത്ത കോഴ്സുകൾ മറ്റ് കലാലയങ്ങളിൽ നിന്നും ഇതര സർവകലാശാലകളിൽ നിന്നുമെല്ലാം സ്വീകരിക്കാനും 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഒരു വർഷം കഴിഞ്ഞാൽ പഠിക്കുന്ന വിഷയം തനിക്ക് ചേരുന്നതല്ല എന്ന് കണ്ടാൽ അത് മാറ്റാനുള്ള വ്യവസ്ഥകളും ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. 3 വർഷം പൂർത്തീകരിച്ചാൽ 133 ക്രെഡിറ്റ് ആർജിച്ചാൽ ഡിഗ്രി നേടി പുറത്തു പോകാനുള്ള എക്സിറ്റ് ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ ആഴത്തിൽ അറിവന്വേഷിക്കാൻ തൽപരരായ ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങളിലും പ്രാക്ടിക്കലായി കാര്യങ്ങൾ ചെയ്ത് പഠിക്കാൻ തൽപരരായവരുമായ വിദ്യാർത്ഥികളാണ് 4ാം വർഷം തുടർന്ന് ഓണേഴ്സ് ബിരുദം കരസ്ഥമാക്കാൻ വേണ്ടി കലാലയത്തിൽ തുടരുക. ഇന്റർനാഷണൽ കമ്പാറ്റബിലിറ്റി, അന്തർദേശീയമായിട്ടുള്ള പാരിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 ഇയർ UG പ്രോഗ്രാം കേരളത്തിലെ കലാലയങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളത്. ഏതെങ്കിലും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് 2.5 സെമസ്റ്ററിനുള്ളിൽ തന്നെ ആവശ്യമായ ക്രെഡിറ്റുകൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് N-1 സമീപനത്തോടെ ഡിഗ്രി നൽകുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം. അവരുടെ ജിജ്ഞാസയാണ് ഉത്തോലകമായി പ്രവർത്തിക്കേണ്ടത്. പെഡഗോജി എന്നാണ് പണ്ട് നമ്മൾ പറയുക, കുട്ടികളെ പഠിപ്പിക്കുക. അതിൽ നിന്ന് ആൻഡ്രാഗോജിയിലേക്ക് മുതിർന്ന മനുഷ്യരാണ്, 18 വയസ്സ് ഒക്കെ ആയിട്ടുള്ള മുതിർന്ന മനുഷ്യരാണ് പഠിക്കാൻ കലാലയത്തിൽ എത്തുന്നത് എന്ന കാഴ്ചപ്പാടോടെ അവരെ എല്ലാവിധത്തിലും പ്രചോദിപ്പിക്കാനും അവർക്ക് പഠിക്കുന്നതിനുള്ള വിശാലമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമെല്ലാം പ്രതിജ്ഞാബദ്ധരായിട്ടാണ് അധ്യാപകരുടെ റോൾ ഇവിടെ നമ്മൾ നിശ്ചയിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് പഠിക്കാൻ. ഇന്റർനെറ്റ് ഉണ്ട്, അക്ഷയമായിട്ടുള്ള അറിവിൻ്റെ ഖനി മുന്നിൽ വരുമ്പോൾ ഈ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ വിജ്ഞാന ശാഖകളുടെ ഡിസിപ്ലിനറി കാറ്റഗറൈസേഷൻസിൻ്റെ അതിർത്തികൾ അപ്രസക്തമാകുന്ന ഒരു കാലത്ത് വിദ്യാർത്ഥികൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അറിവ് ആർജിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടും ലോകവും ആവശ്യപ്പെടുന്ന ജനോപകാരപ്രദമായ പ്രായോഗിക രൂപങ്ങൾ ആവിഷ്കരിക്കാനും അവർക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് കാഴ്ചപ്പാട്. ക്യാമ്പസ് മതിൽക്കെട്ടിന് പുറത്ത് ബോധകേന്ദ്രം ഉറപ്പിച്ചുകൊണ്ടുള്ള സമീപനത്തോടെ തികഞ്ഞ സാമൂഹ്യ ബോധമുള്ള, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പൗരജനങ്ങളായി നമ്മുടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കോഴ്സുകളും നമ്മുടെ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സുകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് തൊഴിലന്വേഷകരായിട്ടുള്ള യുവക്കൾക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികവാർന്ന തൊഴിൽ സാഹചര്യങ്ങളിലേക്ക് പോകാനുള്ള പരിശീലനവും തൊഴിൽ ആഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യവുമെല്ലാം ഡിഗ്രി തലത്തിൽ തന്നെ വികസിപ്പിക്കുക. മറുഭാഗത്ത് കൂടുതൽ അറിവന്വേഷണങ്ങളിലേക്ക് പോകാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് പ്രോത്സാഹനം നൽകുക. അങ്ങനെ ദ്വിമുഖമായിട്ടുള്ള സമീപനമാണ് 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ അടിത്തറയായിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ കൂടി പറയാം, കുട്ടികൾക്ക് ദേശീയവും അന്തർദേശീയവുമായ തൊഴിലവസരങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ ഡിഗ്രി തലത്തിൽ തന്നെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്തിക്കൊണ്ട് വൈദഗ്ധ്യ പോഷണത്തിനുള്ള അവസരം നൽകിക്കൊണ്ട് തങ്ങളുടെ അഭിരുചിക്കൊത്ത സ്കില്ല് തിരഞ്ഞെടുത്ത് സ്കിൽ കോഴ്സിന് ക്രെഡിറ്റ് ആർജിച്ച് ആ പ്രായോഗികമായിട്ടുള്ള പ്രാവീണ്യം അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മറുവശത്ത് ആഴത്തിൽ ഗവേഷണം നടത്തി സമൂഹത്തിന് ആവശ്യമായ പുത്തൻ അറിവുകൾ സൃഷ്ടിക്കാൻ തയ്യാറുള്ള ദിഷണാശാലികളായ വിദ്യാർത്ഥികൾക്ക് 4ാം വർഷം തുടർന്ന് പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ക്രെഡിറ്റുകൾ ആർജിച്ചുകൊണ്ട് ഓണേഴ്സ് ബിരുദവും കൈവരിക്കാം. ഇപ്പോൾ
വിദ്യാർത്ഥികളുടെ നൂതനാശയങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ഒരു നൂതനാശയം സമൂഹത്തിനു വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന വിദ്യാർത്ഥിക്ക് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൂടെ 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. നൂതനാശയങ്ങൾ അടവച്ച് വിരിയിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്. ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ക്യാമ്പസുകളിലും ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് സംരംഭകത്വ താൽപ്പര്യങ്ങളെയും നല്ല നിലയിൽ പ്രോത്സാഹിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ തീരുമാനമെടുക്കുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം അഭിസംബോധന ചെയ്യുമ്പോൾ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കണ്ടുകൊണ്ട് ആ സ്കിൽ ഗ്യാപ്പ് നികത്തുന്നതിനു വേണ്ടി എല്ലാ ക്യാമ്പസുകളിലും സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് ആരംഭിച്ചിട്ടുണ്ട്. ഈ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസിൽ നിന്ന് കുട്ടികൾക്ക് തങ്ങളുടെ അഭിലാഷത്തിന് അനുസൃതമായിട്ടുള്ള സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അവരവരുടെ അഭിരുചി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ നടക്കാനുള്ള തൻ്റെ ഇടം ആർജിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് സുപ്രധാനമാണ് എന്ന് കൊച്ചു കൂട്ടുകാരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ജീവിതം നമ്മുടേതാണ് എന്ന് കണ്ടുകൊണ്ട് നമുക്ക് ചേരുന്നത് എന്ത് എന്ന് മനസ്സിലാക്കി ആ വഴിയിലൂടെ നിർഭയം നടന്ന് അറിവന്വേഷിച്ച് ആ അറിവിലൂടെ കിട്ടുന്ന പുത്തൻ അറിവുകൾ സമൂഹത്തിന് നൽകാൻ നമ്മൾ തയ്യാറാകണം. ഇന്നിപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ജനോപകാരപ്രദമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളുമെല്ലാം വിദ്യാർത്ഥികൾ, ഡിഗ്രി തലത്തിൽ വരെയുള്ള വിദ്യാർത്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ഈ ഉൽപ്പന്നങ്ങളെ മനുഷ്യരാശിക്ക്, സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പിന്തുണാ സംവിധാനങ്ങളും ഇന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ അവസരങ്ങളൊക്കെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രമിക്കും എന്ന് കരുതുകയാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവേഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാവുന്ന വിധത്തിൽ മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ മികവാർന്ന നിലയിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ പുതുതലമുറ വൈജ്ഞാനിക ശാഖകളിൽ തന്നെ സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ആരംഭിക്കുന്നതിന് തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, നാനോ ടെക്നോളജി, ഗ്രഫീൻ, ജിനോമിക്സ് ഇതെല്ലാം ആധാരമാക്കി കേരളത്തിൽ മികവിൻ്റെ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം സാധ്യതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകം നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മുന്നിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ, അതെല്ലാം തൻ്റെ ഇടത്തോടെ, ആത്മവിശ്വാസത്തോടെ, കാര്യപ്രാപ്തിയോടെ ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ അറിവന്വേഷണങ്ങൾ പുഷ്ടിപ്പെടുത്തണം എന്നാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. അറിവ് വ്യക്തിപരമായിട്ടുള്ള വികസനത്തിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അത് സമൂഹത്തിനു കൂടി നൽകേണ്ടുന്ന ഒന്നാണ്. വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഗുണപ്രദമാകുന്ന വിധത്തിൽ നിങ്ങളുടെ അറിവന്വേഷണങ്ങളെ ചാനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഡിജിറ്റൽ യുഗം മുന്നോട്ട് വയ്ക്കുന്ന പല വിധത്തിലുള്ള സങ്കീർണതകളെ അഭിമുഖീകരിക്കുമ്പോൾ ഏറ്റവും പോസിറ്റീവായ നിലയിൽ ഈ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിവുള്ള ഏജൻഷ്യൽ കപ്പാസിറ്റിയുള്ള വിദ്യാർത്ഥികളായി നിങ്ങൾ മാറട്ടെ. മനുഷ്യർക്കാണ് സ്വന്തം പരിതസ്ഥിതിയിൽ ഇടപെട്ട് പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുക. നമ്മുടെ എല്ലാ പരിമിതികളെയും അതിജീവിക്കാനുള്ള കഴിവ് ടെക്നോളജി നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചിറകുകളില്ലാത്ത മനുഷ്യർ ആകാശത്തിലൂടെ നിർബാധം ഇന്ന് പറക്കുന്നുണ്ട്, ബഹിരാകാശ സഞ്ചാരം നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ ഒരു വനിതാ എഞ്ചിനീയറിംഗ് കോളേജ്, LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടുത്തെ വനിതകളായ പെൺകുട്ടികൾ ഒരു സാറ്റലൈറ്റ് ഡിസൈൻ ചെയ്ത് ബഹിരാകാശത്തേക്ക് അയച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട
സുപ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ആ സാറ്റലൈറ്റ് തിരികെ ഭൂമിയിലെത്തി. 33 ലക്ഷം രൂപയാണ് സർക്കാർ ആ സാറ്റലൈറ്റ് വിക്ഷേപണം ചെയ്യുന്നതിന് ധനസഹായമായി നൽകിയത്. ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ, നമ്മുടെ മനുഷ്യരാശിയെ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തെ നേരിടുന്നതിന് സഹായകരമായ സുപ്രധാനമായ ചില കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് നൽകാൻ അവരുടെ ആ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. എല്ലാവരും പെൺകുട്ടികളാണ്, അധ്യാപികമാരായവർ സ്ത്രീകളാണ്. അവർ നയിച്ച ഒരു പ്രസ്ഥാനം നിരവധിയുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മാൻഹോളിൽ ഇറങ്ങി അഴുക്കുചാല് വൃത്തിയാക്കുമ്പോൾ, ഈ കോഴിക്കോട് പട്ടണത്തിലാണല്ലോ നൌഷാദ് എന്ന് പറയുന്ന മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കുന്നതിനു വേണ്ടി മാൻഹോളിൽ ഇറങ്ങി. അവർ രക്ഷപ്പെട്ടു. പക്ഷേ നിർഭാഗ്യവാനായിട്ടുള്ള നൌഷാദിന്റെ ജീവൻ പൊലിഞ്ഞുപോയി. ഈ സംഭവം പരാമർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് സംസാരിക്കുമ്പോൾ അത് കേട്ട ഏതാനും വിദ്യാർത്ഥികൾ രൂപം നൽകിയ ബാൻഡിക്യൂട്ട് എന്ന റോബോട്ട് ഇന്ന് മാൻഹോളിൽ ഇറങ്ങി അഴുക്കുചാലുകൾ വൃത്തിയാക്കാണ്. മെട്രോപൊളിറ്റൻ സിറ്റീസിൽ നിന്നും കൂടി ഡിമാൻഡുള്ള ആ റോബോട്ട് ഇന്ന് വലിയ ഒരു സ്ഥാപനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ന് ആ 25 വയസ്സിൽ താഴെ പ്രായമുള്ളവർ സ്ഥാപിച്ച ആ പ്രസ്ഥാനം ഒരു വലിയ സ്ഥാപനമായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒട്ടനവധി ഉദാഹരണങ്ങൾ സമീപകാല കേരളത്തിൽ നമുക്കുണ്ട്. നിങ്ങളെയും ആ വൈജ്ഞാനിക ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രയോഗക്ഷമമായ അറിവുകളിലേക്ക് കൂടി കുട്ടികളെ നയിക്കുക എന്നുള്ളത് സുപ്രധാനമായ കടമയാണ്. അങ്ങനെ പറയുമ്പോൾ ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന വലിയ ഒരു വെല്ലുവിളിയാണ് വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപഭോഗം എന്നുള്ളത്. അതിനെക്കുറിച്ചുകൂടി 2 വാക്ക് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗാത്മകമായ ഊർജവും കർമ്മശേഷിയും എല്ലാം കെടുത്തിക്കളയുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ശക്തിയുള്ളവയാണ് മാരകമായ മയക്കുമരുന്നുകൾ. ആഗോളതലത്തിൽ വിരിക്കപ്പെട്ട ലഹരി മാഫിയയുടെ വലയാണ് ഇന്ന് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യരും ലഹരിക്കെതിരായിട്ടുള്ള ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് മാത്രമേ ഈ വിപുലമായിട്ടുള്ള അണ്ടർവേൾഡ് മാഫിയയെ നമുക്ക് നേരിടാൻ സാധിക്കുകയുള്ളൂ. സർക്കാർ അതിൻ്റെ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളൊക്കെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ബോധവൽക്കരണത്തിൻ്റെ തലം സുപ്രധാനമാണ്. ഓരോരുത്തരും ഈ വിഷയം ഉൾക്കൊള്ളുന്നതിൻ്റെ കാര്യവും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ അംബാസഡേഴ്സായിട്ട് നമ്മുടെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ മാറണം എന്നാണ് നാം അഭിലഷിക്കുന്നത്. വലിയ പോരാട്ടം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഇനി ആരും ലഹരിയുടെ വലയിൽ വീഴില്ല എന്നും ഇതിനകം അതിന് അടിമപ്പെട്ടു പോയവരെ ആ പ്രത്യാഘാതങ്ങളിൽ നിന്ന് സംരക്ഷിച്ചെടുക്കുമെന്നും നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ്. ഈ വർഷം ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ലഹരി ഉപയോഗിക്കില്ല എന്ന് അഫിഡവിറ്റ് നൽകി, സത്യവാങ്മൂലം നൽകി വേണം ക്യാമ്പസിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമ്പസിൽ ഇതിനു മുമ്പേ തുടരുന്ന വിദ്യാർത്ഥികളും അത്തരത്തിലുള്ള സത്യവാങ്മൂലം എഴുതി നൽകേണ്ടതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ പ്രകാശഗോപുരം പോലെ നാളെ ഈ സമൂഹത്തെ ആകെ വഴി കാണിക്കേണ്ടുന്ന ആ ജീവിതം, അത് ഏതെങ്കിലും ഒരു പ്രലോഭനത്തിൽ അടിഞ്ഞ് അവസാനിക്കേണ്ടതല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി വേണം തല ഉയർത്തിപ്പിടിച്ച് നിർഭയം അറിവന്വേഷണങ്ങളുടെ പാതയിലൂടെ മുന്നോട്ട് നടക്കാൻ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ ഉറപ്പ് നൽകുകയാണ്. 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുകയാണ് നമ്മുടെ ഗവൺമെന്റ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക പ്രതിഭാ പുരസ്കാരം. സാമ്പത്തികമായും സാമൂഹ്യമായും പിന്നിലാണെങ്കിലും നല്ല മെറിറ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് 1000 കുട്ടികൾക്ക് 1 ലക്ഷം
സ്കോളർഷിപ്പ് നൽകുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പ് തുകയാണ് അത്. അതുപോലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകളിലൂടെ നമ്മുടെ നാടിന് കേരളത്തിൻ്റെ കൃഷി, വ്യവസായം, ആരോഗ്യം ഇത്യാദി മേഖലകൾക്ക് ആവശ്യമുള്ള പ്രശ്നപരിഹാരങ്ങൾ ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോസിന് പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഫെല്ലോഷിപ്പ് ലഭിക്കാവുന്ന നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് ഇപ്പം ഗവൺമെൻറ് നൽകുന്നു. അതും രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പാണ്. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ പുത്തൻ അറിവുകൾ ഉൽപ്പാദിപ്പിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക എന്നുള്ളത് ഒരു വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കുക എന്ന കാര്യത്തിൽ സുപ്രധാനമായ ചുമതലയായി ഗവൺമെൻറ് കാണുകയാണ്. കേരളത്തെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കും എന്നുള്ളത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. വൈജ്ഞാനിക സമൂഹം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം കൊണ്ട് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ആർജവമുള്ള സമൂഹം എന്ന് തന്നെയാണ് അർത്ഥം. യുക്തിചിന്തയും വിജ്ഞാന തൃഷ്ണയും ശാസ്ത്രീയമായ അവബോധവുമൊക്കെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അഭിരമിച്ചുകൊണ്ട് 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഈ യുഗത്തിൽ ആ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് സ്വയം നവീകരിക്കാനും സമൂഹത്തെ നവീകരിക്കാനും തയ്യാറുള്ള, നാം മുന്നോട്ട് എന്ന് ശക്തിയോടെ ഉച്ചരിക്കാൻ തയ്യാറുള്ള പുതിയ തലമുറയെയാണ് നമുക്ക് ആവശ്യം. ആ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. നോളജ് ട്രാൻസ്ലേഷൻ, അറിവിൻ്റെ സൈദ്ധാന്തികമായ അറിവുകളുടെ പ്രായോഗിക തലത്തിലേക്കുള്ള പരാവർത്തനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് 200 കോടി രൂപയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ട്രാൻസ്ലേഷണൽ റിസർച്ച് ലാബുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 6000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. നമ്മുടെ കലാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. 1500 കോടി രൂപയോളം കിഫ്ബി പദ്ധതിയിലൂടെ, 532 കോടി റൂസ പദ്ധതിയിലൂടെ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുകൊണ്ട് മറ്റനേകം നിർമ്മാണ പ്രവർത്തനങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് ബ്ലോക്കുകളും മികച്ച അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ലൈബ്രറികളുമെല്ലാം ഇന്ന് നമുക്കുണ്ട്. ഇവിടെ ഈ കലാലയത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ആ വീഡിയോ പ്രദർശനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാലാനുസാരിയായ പരിഷ്കരണങ്ങൾ ഭൗതിക സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലെ സർവകലാശാലകളിലെല്ലാം സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേരള സർവകലാശാലയും MG യൂണിവേഴ്സിറ്റിയും നാക് അക്രഡിറ്റേഷനിൽ A++ നേടി. കാലിക്കറ്റും കുസാറ്റും കാലടിയും A+ നേടി. അപ്പോൾ ഏറ്റവും മികച്ച ഗ്രേഡുകൾ ആർജിച്ചുകൊണ്ട്, അതുപോലെ നമ്മുടെ മികച്ച കലാലയങ്ങൾ A ഗ്രേഡിന് മുകളിൽ നേടിയ 160 കലാലയങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്നുണ്ട്. NIRF റാങ്കിങ്ങിൽ ആദ്യത്തെ 200 റാങ്കിൽ 42 എണ്ണം കേരളത്തിൽ നിന്നാണ്. അത് സൂചിപ്പിക്കുന്നത് 21% രാജ്യത്തെ മികച്ച കലാലയങ്ങൾ ഈ കൊച്ചു കേരളത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് ടൈംസ് റാങ്കിങ്ങിലും QS റാങ്കിങ്ങിലും ഇൻ്റർനാഷണൽ റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ അന്തസ്സുറ്റ നിലയിൽ ഇടം പിടിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. കേരള സർവകലാശാലയിൽ മാത്രം 2600-ൽ പരം വിദേശ വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. മറ്റ് സർവകലാശാലകളിലും അതിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയ്ക്കകത്തും പുറത്തും നിരന്തരം പറയുന്നത് പോലെ ലോകോത്തര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ വിശ്വപൗരരായി രൂപീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം എന്നുള്ളത് തന്നെയാണ്.
ഇന്ന് ഗ്ലോബലായിട്ടുള്ള ഒരു ജീവിത പരിതോവസ്ഥയാണ് ഉള്ളത്. ഗ്ലോക്കൽ എന്ന് പറയാവുന്ന രീതിയിൽ ഒരേ സമയം ആഗോള വീക്ഷണമുള്ള സാർവദേശീയ കാഴ്ചപ്പാടുള്ള, അതേസമയം നാടിൻ്റെ മണ്ണിൽ ആഴത്തിൽ വേരുകൾ ഉറപ്പിക്കുന്ന ഗ്ലോക്കലായ പൗരജനങ്ങളെയാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത്. ഒരേ സമയം ഗ്ലോബലും ലോക്കലും ആയ കാഴ്ചപ്പാടുള്ള മിടുക്കരായി നാളത്തെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന ദിശാബോധമുള്ള സാരഥികളായി തങ്ങളുടെ കൈപ്പിടിയിൽ വരുന്ന വിജ്ഞാനത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അറിവിൻ്റെ രാജാക്കളായി നമ്മുടെ മിടുക്കികളും മിടുക്കന്മാരും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. എല്ലാ കലാലയങ്ങളിലും ആദ്യത്തെ 2-3 ദിവസം വിവിധ സെല്ലുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓറിയന്റേഷൻ നൽകിക്കൊണ്ട് ദിശാബോധം നൽകുന്ന തരത്തിലുള്ള പരിപാടികൾ, ക്ലാസുകൾ എല്ലാം നടത്തുന്നതിനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി ക്യാമ്പസും ഉന്നത വിദ്യാരംഗവും മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ അവസരങ്ങളും സാധ്യതകളും കൃത്യമായി പിടിച്ചെടുത്തുകൊണ്ട് ജീവിതത്തിൽ വ്യക്തിപരമായും സാമൂഹ്യമായും മുന്നേറാൻ കഴിയുന്ന വിധത്തിൽ അറിവിൻ്റെ തേരാളികളായി മാറാൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ നവവർഷ വിദ്യാരംഭം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി മാഡം.